അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ അത്ഭുത നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി. അനുഗ്രഹിച്ച് അവനെ വർദ്ധിപ്പിച്ചു, മഹാധനികനാക്കി. എന്നാൽ അവൻ തൊടുന്നതിലെല്ലാം അനുഗ്രഹമുണ്ടെന്ന് ഫെലിസ്ത്യർക്ക് മനസ്സിലായപ്പോൾ അവർ അവനോട് എതിർക്കുവാനായി തുടങ്ങി. അവർ പല പ്രാവശ്യവും ഇസ്ഹാക്കിനോട് കാരണം കൂടാതെ എതിർക്കുമ്പോഴും ദൈവത്തിൻ്റെ കൃപ ഇസ്ഹാക്കിന്മേൽ വരാനിടയായി. ഇസ്ഹാക്ക് അവരോട് പ്രതികരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഓരോ പ്രാവശ്യവും ഇസ്ഹാക്ക് മാറിപ്പോകുമ്പോഴും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഇസ്ഹാക്കിന് മേൽ ധാരാളമായി വന്നു. അവർക്ക് മനസ്സിലായി, ഇസ്ഹാക്ക് ഒരു സ്ഥലത്ത് നിന്നാൽ മാത്രമല്ല, എവിടെ പോയാലും ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ മേലുണ്ട്. അവൻ തിരഞ്ഞെടുത്ത ദേശത്തിൻ്റെ പ്രത്യേകതയല്ല, ഇസ്ഹാക്ക് എവിടെ ആയിരിക്കുന്നോ അവിടേക്ക് ദൈവത്തിൻ്റെ ഫേവർ ചലിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ അവനെ വിട്ടുപോകുവാനിടയായി. ഇതേപോലെയാണ് നമ്മളുടെ ലൈഫിലായിരിക്കുന്ന ചില പ്രതികൂലങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചിലർ നമ്മളോട് എതിർക്കുന്നത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നമ്മുടെ മേലുണ്ടെന്ന് കണ്ടിട്ടാണ്. എന്നാൽ നീ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് നീ ചെല്ലുന്നിടക്ക് അനുഗ്രഹമാകുമെന്ന് മനസ്സിലാകും. നീ തൊടുന്നതിലെല്ലാം ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാകും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ജോസഫിനോട് ചോദിക്കാം, ജോസഫേ, നീ അനുഭവിച്ചതിൻ്റെ രഹസ്യം എന്തുവാ? അസൂയാണ് കാരണം. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിൻ്റെ വലത്തെ കാര്യം ഒന്ന് ഉയർത്തിയിട്ട് പറ, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുണ്ടെന്ന് പോലും ആളുകൾക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു വാക്യമുള്ളത് പോലും അറിയത്തില്ല. അടുത്ത വാക്ക്, അന്ന് അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അടുത്തിരിക്കുന്നവരോട് പറ, ചിലർക്ക് നീ ഉയരുന്നത് അസൂയക്ക് കാരണമാകാം. ദാസന്മാർ നിനക്കുണ്ടാകുന്നത് അസൂയക്ക് കാരണമാകാം. നീ ചെയ്യുന്നതെല്ലാം അനുഗ്രഹമായി തീർന്നത് ചിലർക്ക് അസൂയക്ക് കാരണമാകാം. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? ഒരു നല്ല ഹല്ലേലൂയ പറയോ? എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, നീ അസൂയ ഉണ്ടായപ്പോൾ എന്നതാ ഇവരോട് ചെയ്തത്? അവർ പറയും, അസൂയ മൂത്തപ്പോൾ ഞങ്ങൾക്ക് അവനുണ്ടായ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം പിടിച്ചു പറിക്കണമെന്ന് തോന്നി. Are you listening? ജോസഫ്, യാക്കോബ്, ഇസ്ഹാക്ക്, നീ എവിടെ വിതച്ചത്? അവൻ പറയും, ഞാൻ ഫിലിസ്ത്യരുടെ ദേശത്തെ വിതച്ചത്, അവിടെയാണ് ഞാൻ ഉയർന്നത്. എന്താ നീ ഇപ്പൊ ഫേസ് ചെയ്യുന്നത്? ഞാൻ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം വേറൊരാൾക്ക്, ആ ഫിലിസ്ത്യർക്ക് വേണം. നിങ്ങൾ കേൾക്കുന്നു? അടുത്ത വാചകം ശ്രദ്ധിക്കാവോ? അവനോട് പറഞ്ഞു, നീ ഈ സ്ഥലം വിട്ടു പോകണം. ഞാൻ ഉയർന്ന സ്ഥലം, ഞാൻ മാനിക്കപ്പെട്ട സ്ഥലം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം, ഞാൻ അനുഭവിച്ച ബിസിനസ്, ഞാൻ ഉയർത്തിയെടുത്ത ബിസിനസ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട അത് വിട്ടുപോകണമെന്ന്
നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതിൻ്റെ രഹസ്യം അറിയാവോ? അവരവരുടെ അസൂയ ഉണ്ടായപ്പോൾ അവരുടെ വിചാരം ആ സ്ഥലമാണ് അവനെ ഉയർത്തിയതെന്നായിരുന്നു. ആ സ്ഥലമാണ് അവനെ ഉയർത്തിയതെന്നായിരുന്നു. എന്നാൽ ഇസഹാക്കിനൊരു കാര്യം മനസ്സിലായി, ഈ സ്ഥലമല്ല എന്നെ ഉയർത്തിയത് ദൈവമാണ്. അസൂയാലുക്കൾ നിന്നോട് ചിലത് ചെയ്യട്ടെ, അസൂയാലുക്കൾ നിന്നോട് ചില എതിർക്കട്ടെ, ഇതാണ് ഈ സ്ഥലമാണ് അവന് നിന്നെ ദൈവമാണ് ഉയർത്തിയതെന്ന് അവരെ ദൈവം പാഠം പഠിപ്പിക്കാനാണ് ഈ അവസരം നിനക്കുണ്ടായിരിക്കുന്നത്. ഞാൻ മെല്ലെ ഉള്ളിലേക്ക് വരട്ടെ, നിങ്ങളോടുള്ള ദൂത് പറയാൻ പോവാ. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. നിന്റെ അപ്പനോ നിന്റെ അമ്മയോ തന്നതുകൊണ്ട് നീ ഉയരത്തില്ല. അപ്പൻ തരാത്തത് കൊണ്ട് കേസ് കൊടുത്തവരോട് ദൂത് അതും കളഞ്ഞേക്ക. നിന്റെ അമ്മായിപ്പനും അമ്മായിമ്മയും എനിക്ക് കിട്ടാനുള്ള സ്ത്രീധനം കിട്ടിയില്ല, അതുകൊണ്ട് അമ്മായിമ്മയ്ക്കെതിരെയും അമ്മായിമ്മയ്ക്കെതിരെയും കേസ് കൊടുത്തവരെന്ന് വേണ്ടെന്ന് വെച്ചേക്ക. കേസുകൾ കൊണ്ട് നീ ഒന്നും മേടിക്കണ്ട. സ്വർഗമാ നിന്നെ ഉയർത്താനായി കഴിയുന്നവൻ. സ്വർഗം നിന്നെ ഉയർത്താതെ ആർക്കും ഉയരാൻ കഴിയത്തില്ല. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കും, ആമേൻ പറ. ഇസഹാക്കിനോട് ഇസഹാക്ക് പറയും, അവരെന്നെ ഉപദ്രവിച്ചപ്പോ ഞാൻ അടുത്ത പട്ടണത്തിലേക്ക് പോയി, പക്ഷേ അനുഗ്രഹം എൻ്റെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങി. ഞാൻ എവിടെ ചെന്നാലും ഉയരുന്നത് കണ്ടപ്പോ ശത്രുക്കളായിരുന്നവർ, ശ്രദ്ധിച്ചോണ ഞാൻ പറയുന്നേ, ശത്രുക്കളായിരുന്നവർ എൻ്റെ അടുക്കൽ വന്ന് ഒരു കോംപ്രമൈസ് സഖ്യത്തിന് വന്നു. ദൈവം നിന്നെ ഉയർത്തുന്നത് നിമിത്തം ചിലർ സഖ്യത്തിന് വരുവാനായി പോകുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ദൈവം നിന്നെ മാനിക്കുന്ന നിമിത്തം ചിലർ സഖ്യത്തിന് വരാൻ പോകുന്നു. എന്റെ കൂടെ ഉള്ളവരെ ഹല്ലേലൂയ പറ. ദൈവസഭയെ ഉയർത്തുന്ന നിമിത്തം സഭയോട് ചിലർ സഖ്യത്തിലേക്ക് വരാൻ പോകുന്നു. ഉയരുന്നത് സഭയാണ്, ഉയരുന്നത് നീയാണ്. അടുത്ത വാചകം നിങ്ങൾക്കറിയാവോ? അവന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് അവനെതിരെ നിന്നവർക്കും മനസ്സിലായി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിന്നോട് എതിർത്തവരോട് ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്നവനാണ് ദൈവം. ഈ 2025 നിന്നോടുള്ള ദൂത്, ആരെതിർത്തോ ആ എതിർത്തവർ നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് സമ്മതിച്ചിട്ട് നിന്റെ കൂടെ ചേർന്ന് വരുന്ന വിധത്തിലെ ഒരു സീസൺ എഴുന്നേക്കുന്നു. എതിർത്തവർ നിന്നെ സല്യൂട്ട് ചെയ്യും. എതിർത്തവർ നിന്നോട് സഖ്യം കൂടും. അപമാനിച്ചവർ നിന്റെ അടുക്കൽ വരും. അപമാനിച്ചവർ നിന്നോട് സഖ്യം കൂടും. 2025 ദൂത് കേട്ടോണം. എതിർത്തവരും അപമാനിച്ചവരും നിന്റെ കൂടുള്ള ദൈവത്തെ തിരിച്ചറിയും. നിന്റെ കൂടുള്ള ദൈവത്തെ അറിഞ്ഞ് നിന്നോട് സഖ്യതയിലേക്ക് വരും. അസൂയ നിന്റെ നന്മയെ വിട്ടോടുവാൻ ശത്രു നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കും. നിന്റെ നന്മകളെ അപഹരിക്കുന്നത് നീ കാണും. പക്ഷെ നീ അറിയേണ്ടത്, അത് ശക്തമായി പറയാൻ എനിക്കൊരു വിഷമമുണ്ട്, കാരണം അത് ചിലർ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ അറിയേണ്ടത്, അപഹാരത്തിന് നടുവിൽ അത്യനുഗ്രഹങ്ങൾ നീ അനുഭവിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ചിലർ അപഹരിക്കുമ്പോ അപഹരിച്ചവരുടെ അകത്ത് ഞെട്ടൽ വരുന്ന വിധത്തിൽ മാന്യതയുണ്ടാകും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറ. നീ എവിടെ പോയാലും നീ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇസഹാക്കേ, നിന്റെ സ്വഭാവം എന്താ? ഫിലിസ്ത്യർ പറഞ്ഞു, ഈ സ്ഥലമാണ് നിന്നെ ഉയർത്താൻ കാരണം. അതുകൊണ്ട് ഞാൻ അധ്വാനിച്ച ഈ സ്ഥലം വിട്ടു പോകേണ്ടി എനിക്ക് വന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നത്? ആ സ്ഥലത്തിനെതിരെ കേസ് കൊടുക്കാൻ പോവാണോ? ആ സ്ഥലത്തിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ജീവിക്കാൻ പോവാണോ? അവൻ പറഞ്ഞു, അല്ല, ഞാനത് വിട്ടേച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞാൽ ഇസഹാക്കിനൊരു കാര്യം മനസ്സിലായി. ഈ സ്ഥലമല്ല എന്നെ ഉയർത്തിയത്, ദൈവമാണ് എന്നെ ഉയർത്തിയത്. അവൻ അതിനായി മുന്നോട്ട് കാലുവെച്ചതോടുകൂടെ അവൻ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ചിലതിനെ അസൂയാലുക്കൾ നിനക്കെതിരെ ചെയ്ത ചിലതിനെ നീ ഉപേക്ഷിച്ചിട്ട്
അടുത്ത ഫോർവേഡിലേക്ക് നീ പോകാൻ തുടങ്ങിയാൽ എന്റെ ദൈവം നിന്നെ കൂടെ ഉണ്ടെന്ന് നിന്നെ എതിർത്തവരറിയാനായി തുടങ്ങും. നമുക്ക് ചോദിക്കാം, ഇസഹാക്കേ നീ എന്താ ചെയ്തത്? 26:15 വാക്യം. അവൻ വേദപുസ്തകം എഴുതിയിരിക്കുന്ന അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാക്കന്മാർ കുഴിച്ചിരുന്ന കിണറുകളൊക്കെയും ഫിലിസ്തർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ചില അനുഗ്രഹങ്ങൾ മൂടിക്കളഞ്ഞതിനെ അവൻ റിസ്റ്റോർ ചെയ്യാനായി തുടങ്ങി. ഓ, നീ വിചാരിച്ചത് നിന്റെ നന്മ വിട്ട് നീ പുറത്തു പോവാ, അല്ലല്ല, ചിലത് മൂടപ്പെട്ടത് വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ കണക്ഷൻ? എന്ന് എനിക്ക് അറിയത്തില്ല. ഇസഹാക്കേ നീ എവിടേക്കാ പോകുന്നത്? എനിക്കുണ്ടായിരുന്ന നന്മ ഫിലിസ്തർ പറഞ്ഞു ഉപേക്ഷിച്ചിട്ട് പോകണം, ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുകയാ. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ അപ്പന്റെ കാലത്ത് റിസോഴ്സ് ചെയ്തു വെച്ചിരിക്കുന്ന ചില കിണറുകളുണ്ട്, ചില നന്മയുടെ ഉറവുകളുണ്ട്. അത് ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മൂടപ്പെട്ടിരുന്ന ചില നന്മകൾ തുറക്കുന്ന വർഷമായിരിക്കും 2025. ഒരു സ്ഥലത്ത് പിശാച് നിന്നെ ദുഃഖിപ്പിച്ചതെങ്കിൽ വേറൊരു സ്ഥലത്ത് മൂടപ്പെട്ടിരുന്നത് തുറന്നു വരാൻ പോകുന്നു, അടഞ്ഞുപോയത് തുറന്നു വരാൻ പോകുന്നു. ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ഇതൊരു സ്പിരിച്വൽ ദൂതാ പറയുന്നേ. മൂടപ്പെട്ടു പോയ ആത്മാനുഭവങ്ങൾ തിരിച്ചൊഴുകാൻ പോകുന്നു. മൂടപ്പെട്ടു പോയ സമ്പദ് വ്യവസ്ഥകൾ തിരിച്ചു വരാൻ പോകുന്നു. മൂടപ്പെട്ടു പോയ ആരോഗ്യം തിരിച്ചു വരുന്നു. നിന്റെ എന്തൊക്കെ മൂടപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവൻ 2025 ഫിലിസ്തർക്ക് നിന്നെ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഓടിക്കാം. ഫിലിസ്തർക്ക് നിന്റെ നന്മയെ മുഴിച്ചു മൂടാം. പക്ഷേ ഉടയവനായവന്റെ ശക്തിയെ മുടിച്ചു കളയാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ കൂടുള്ളവന്റെ ശക്തിയെ ആർക്കും തടയാൻ കഴിയത്തില്ല. ആരെല്ലാം എതിർത്താലും ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കണേ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദരിദ്രനെ കുപ്പയിൽ നിന്നെടുത്ത് പ്രഭുക്കന്മാരോട് കൂടി ഇരുത്തുന്നവനാണ് എൻ്റെ ദൈവം. എൻ്റെ കൂടെ ഉണ്ടോ? ഭിക്ഷയാചിക്കുന്നവനെ എടുത്ത് പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുവാൻ, സിംഹാസനത്തിൽ ഇരുത്തുവാൻ കഴിയുന്നവൻ. നീ എവിടെ കിടന്നാലും, നീ ചിലർ സിംഹാസനങ്ങളിൽ ഇരിക്കാൻ പോകുന്നു, ചിലർ പ്രഭുക്കന്മാരുടെ കൂടെ ഇരിക്കാൻ പോകുന്നു. നീ വിചാരിക്കുക എല്ലാം തീർന്നു വന്ന അല്ല, പുതിയ ഉറവുകൾ തുറക്കുക. നീ എന്താണോ ഉപേക്ഷിച്ചത് അതിന്റെ 10 മടങ്ങ് നിന്റെ കയ്യിൽ വരാൻ പോവുക. അടുത്തിരിക്കുന്ന 2 പേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, എന്താണോ നീ ഉപേക്ഷിച്ചത് അതിന്റെ 100 മടങ്ങ് 1000 മടങ്ങ് നിന്റെ കൈകളിലേക്ക് വരുക. നീ ഒരു തോൽവിയല്ല, നീ ഒരു പരാജയമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആറ്റിറ്റ്യൂഡ് ഓഫ് ഇസഹാക്ക്. അവനെ ഒരു സ്ഥലത്ത് നിന്ന് ഓടിച്ചപ്പോ അയ്യോ തീർന്നേ, അയ്യോ പോയേ. അവന്റെ അടുത്ത തീരുമാനം, ഇവിടെയും ഞാൻ ജയമായിരുന്നു, അടുത്തടുത്തും ഞാൻ ജയമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഇവിടെ ഞാൻ ജയമായിരുന്നു, ഇവിടെ ക്ഷാമകാലത്ത് ജയമായിരുന്നു, അടുത്തടുത്തേക്ക് പോകുന്നിടത്തും എനിക്ക് ജയിക്കാനേ കഴിയത്തുള്ളൂ, എനിക്ക് ഉയരാനേ പറ്റത്തുള്ളൂ. എൻ്റെ എല്ലാം കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി, ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ പോയി, എല്ലാം പോയി. അവരടിച്ചോണ്ട് പോയി, അവരെ പിടിച്ചു പറിച്ചു. അവിടെ ഇരുന്നോ? ഇസഹാക്കിനെ നോക്ക, അവനെ പലരും അടിച്ചുകൊണ്ട് പോയപ്പോ പറഞ്ഞേ, അടിച്ചുകൊണ്ട് ഒരു പോട്ടെ, അടുത്ത സ്ഥലത്ത് പോയിട്ട് ഞാൻ അടുത്ത നിലയിലേക്ക് ഉയരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറ. അടിച്ചുകൊണ്ട് പോയതും അപഹരിച്ചതും അവര് ചെയ്തതും ഇവര് ചെയ്തതുമായ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ, അവരുടെ അസൂയയും ഇവരുടെ പണിയും അവരപഹരിച്ചതും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിനക്ക് അവിടെ ഇരിക്കാനേ ഒക്കത്തുള്ളൂ.
ഇസഹാക്കിന് അനുഭവം കണ്ടോ? ഇവിടെ ജയിപ്പിച്ച കർത്താവ് അടുത്ത സ്ഥലത്ത് തന്നെ ഉയർത്തും. വേദവസം പറയുന്നത് അടുത്ത സ്ഥലത്ത് ചെന്നപ്പോ ഫിലിസ്തർ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കി. അവൻ അടുത്ത സ്ഥലത്തേക്ക് പോയി, അവിടെയും പ്രശ്നം ഉണ്ടാക്കി. അത് കളഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയി, അവിടെയും പ്രശ്നം ഉണ്ടാക്കി, അടുത്ത സ്ഥലത്തേക്ക് പോയി. അവസാനം മനസ്സിലായി, ഇവൻ എവിടെ പോയാലും ഉയരത്തേ ഉള്ളടാ, ഇവന്റെ പുറകെ പോയിട്ടൊരു കാര്യമില്ല. അതാണ് നീ, അതാണ് നീ, അതാണ് നീ. പരാജയങ്ങൾ നിനക്ക് വളമാകട്ടെ, പരാജയങ്ങൾ നിനക്ക് എനർജി ആകട്ടെ, പരാജയങ്ങൾ നിനക്ക്. അടുത്തിരിക്കുന്നവരോട് പറ, പരാജയങ്ങൾ നിനക്ക് ഫ്യൂവൽ ആകട്ടെ. കൈകളടിച്ചൊരു നല്ല ഹല്ലേലൂയ ചേർന്നൊരു ആമേൻ പറ. നീ തോൽക്കാനായി ജനിച്ചതല്ല. അടുത്തിരിക്കുന്ന 4 പേരോട് കൈ കൊടുത്തിട്ട് പറ, തോൽക്കാനായി ജനിച്ചതല്ല, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എന്ന് പറഞ്ഞേ. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. 2 പേരെങ്കിലും കൈ കൊടുത്തിട്ട് പറ, ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചതാ. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയല്ല. ബൈബിളിലുള്ള വിശുദ്ധന്മാരെ പഠിച്ചപ്പോ അവരെ ഉപദ്രവിച്ച സ്ഥലത്ത് നിന്ന് അവർ ഓടി. അവര് വിചാരിച്ചതാ അതോടെ അവൻ തീർന്നെന്നാ. ഓടിയെടുത്തും വിജയമായി. അവിടുന്ന് അവരെ ഓടിച്ചു, അടുത്തടുത്തും വിജയമായി. ഇവൻ പോകുന്നിടത്തെല്ലാം തീ കത്തുവാ. നീ പോകുന്നിടത്തെല്ലാം തീ കത്തിക്കൊണ്ടേയിരിക്കും. ആഹാ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോണ്ട് പറ, ഞാൻ പോകുന്നിടത്ത് അനുഗ്രഹം എന്റെ പുറകെ നടക്കും. എന്ത് തൊട്ടാലും ഏത് തൊട്ടാലും അനുഗ്രഹം, അനുഗ്രഹം മാത്രം. പറ, എന്ത് തൊട്ടാലും ഏത് തൊട്ടാലും അനുഗ്രഹം, അനുഗ്രഹം മാത്രം. ഓ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, ഓഹോ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. ഓ എന്ത് തൊട്ടാലും ഏത് തൊട്ടാലും അനുഗ്രഹം, അനുഗ്രഹം മാത്രം. ജയം, ജയം. എന്ത് തൊട്ടാലും ഏത് തൊട്ടാലും ജയം, ജയം മാത്രം. ഓ എന്ത് തൊട്ടാലും ഏത് തൊട്ടാലും വിജയം, വിജയം മാത്രം. ഓ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. എന്ത് തൊട്ടാലും ഏത് തൊട്ടാലും വിജയം, വിജയം മാത്രം. ഓ എന്ത് തൊട്ടാലും ഏത് തൊട്ടാലും വിജയം, വിജയം മാത്രം. ഇസ്ഹാക്ക് ഒരു കിണർ കുഴിച്ചപ്പോൾ അവർക്ക് തോന്നി ആ ദേശത്ത് വെള്ളമുണ്ട് എന്ന് തോന്നി. അവർ ആ കിണർ പിടിച്ചെടുക്കാനിടയായി. എന്നാൽ അവൻ അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലത്ത് പോയപ്പോൾ അവിടെയും അവർ പ്രശ്നമായി ചെന്നു. എന്നാൽ അവൻ മാറിപ്പോകുന്നിടത്തെല്ലാം ദൈവം അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുവാനിടയായി. കർത്താവ് വിളിച്ച് വേർതിരിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങൾ എവിടെ പോകുന്നോ അവിടെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങുകൾ ചലിക്കാനിടയാകും. ഹല്ലേലൂയ. നിങ്ങളാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾ പാർക്കുന്ന ദേശം നിങ്ങൾ നിമിത്തം അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. മകളുടെ പേര് വിസ്മയ എന്നാണ്. ഈ മകൾ കടന്നു വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഈ മകൾ യൂട്യൂബിൽ കോട്ടയം മീറ്റിംഗ്, പബ്ലിക് മീറ്റിംഗ് കാണുവാനിടയായി. അത് കാണുമ്പോൾ കുഞ്ഞിനുണ്ടായ ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യത്തെ പറയുവാനാണ്. യൂട്യൂബിലെ മീറ്റിംഗ് കണ്ട് കോട്ടയത്തെ പബ്ലിക് മീറ്റിംഗ് കണ്ടിട്ടുണ്ടായതാണ്. ഹല്ലേലൂയ. ആ അത്ഭുതത്തെ പറയുവാനാണ് കുഞ്ഞിവിടെ ആയിരിക്കുന്നത്. ഈ കുഞ്ഞ് സ്കൂളിൽ വെച്ച് ഇന്റർവെൽ സമയത്ത് പുറത്തുപോയി തിരികെ വരാനായി ബെല്ലടിച്ചപ്പോൾ കുഞ്ഞ് ഓടി വരുന്ന സമയത്ത് ഒരു ഡെസ്കിൽ ചെന്ന് കാലിടിക്കുവാനും അതിശക്തമായ വേദനയോടുകൂടി വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞ് കോട്ടയത്തെ മീറ്റിംഗ് കാണുവാനിടയായി. ആ സമയത്ത് ബ്രദർ ഒരു സിസ്റ്ററിൻ്റെ കാലിൻ്റെ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞ് സ്വന്തം കാലിൻ്റെ മുട്ടിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. ആ സമയം തന്നെ ആ വേദന മാറിപ്പോകാനിടയായി എന്നാ പറയുന്നത്. താങ്ക് യു ജീസസ്. എവിടെയായിരുന്നു? മുട്ടിനായിരുന്നോ പ്രയാസം? അത് പൂർണ്ണമായി മാറി. ആ സമയം തന്നെ മാറി. വിശ്വാസം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ് ബ്രദർ. ഈ സഹോദരിക്ക് ദൈവം നൽകിയ അത്ഭുത സാക്ഷ്യം പറയാൻ അവിടെ ആയിരിക്കുന്നത്. സഹോദരിയുടെ പേര് സിന്ധു. അവർക്ക് ശരീരത്തിൽ ശ്വാസതടസ്സവും നീരും മൂലം പ്രയാസപ്പെട്ടിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ
3 ബ്ലോക്ക് ഉണ്ടെന്നും പലതവണ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഈ സിസ്റ്ററുടെ സഹോദരി വളരെ കാലമായി നമ്മുടെ ചർച്ചിൽ വരുന്ന വ്യക്തിയാണ്. ഓരോ തവണ അഡ്മിറ്റ് ആവുമ്പോഴും ആ വിഷയത്തിനായി സഹോദരി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാസത്തെ പബ്ലിക് മീറ്റിങ്ങിന് ഈ സിസ്റ്റർ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ബ്രദർ സ്റ്റേജിൽ ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഹാർട്ടിന് പ്രയാസമുള്ളവരെല്ലാം മുന്നോട്ട് വരികാൻ പറഞ്ഞു. വിശ്വാസത്തോടെ സിസ്റ്റർ മുന്നോട്ട് വന്നു. ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ശ്വാസതടസ്സവും വയറ്റിലെ നീരും സകലതും പൂർണ്ണമായി സൗഖ്യമായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ജോയ്ഫുൾ തിങ്. ചേച്ചിക്ക് എന്തുവായിരുന്നു പ്രയാസം ഉണ്ടായിരുന്നേ? എനിക്ക് കൈകാല് കഴുപ്പായിരുന്നു. കൈകാലും കഴുപ്പായിരുന്നു. ശ്വാസം കിട്ടത്തില്ലായിരുന്നു. ഞാൻ ചോദിക്കുന്ന വയറ്റിൽ എന്തുകൊണ്ടായിരുന്നു? വയറ്റിൽ ഗ്യാസ് നിറഞ്ഞിട്ട് ഇങ്ങനെ വീർക്കുക. നീർക്കെട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നീർക്കെട്ടായിരുന്നു. ഓക്കെ. പിന്നെ അങ്ങനെ ആസ്പത്രി കൊണ്ടപ്പോഴേ പറഞ്ഞ അങ്ങനെ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ കണ്ണൂർക്ക് കൊണ്ടുപോകണം, കോഴിക്കോട് കൊണ്ടുപോകണം പറഞ്ഞു. ചേച്ചി എവിടുന്നാ വരുന്നേ? ഇപ്പൊ ഞാൻ അമലര ഇവിടുന്ന് അമല ചൂരക്കെട്ട് വരും. ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ നീരോ ഒന്നുമില്ല? കൈയടിച്ച് കിതപ്പുമില്ല. പണിയെടുക്കാനൊക്കെ ഭാരമായിരുന്നു. ഇപ്പൊ പണിയെടുക്കാം. പിന്നെ മോന് ഒരെണ്ണുള്ളത് കണ്ണ് കാണാത്ത മോനാണ്. ഞാൻ ചോദിക്കുന്ന ചേച്ചിക്ക് ഇപ്പൊ പണിയെടുക്കാം? അപ്പൊ ആ മോനെ നോക്കാനൊക്കെ പറ്റും. ആ മോനൊന്നും നോക്കാൻ പറ്റിണ്ടായിരുന്നില്ല. കണ്ണും കാലിലും ഓട്ടീസും ഉണ്ട്, പിന്നെ അപസ്മാരുണ്ട്. അല്ലാതെ അവൻ ചെയ്തു കൊടുക്കണം. നമ്മൾ ഭക്ഷണം വെള്ളമൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അവൻ്റെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഹാർട്ടിന്റെ പ്രശ്നം വന്നതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ എല്ലാം ചേച്ചിക്ക് ചെയ്യാൻ പറ്റും. മോനിപ്പോ താങ്ങി പിടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. എന്താമേ? താങ്ങി പിടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ശ്വാസം മുട്ടലുണ്ട്, നെഞ്ചുവേദന, ഹാർട്ടിന് പ്രശ്നമുണ്ട്. ഇപ്പൊ എല്ലാം ചെയ്യാം. സന്തോഷമുള്ള കാര്യം കേട്ടിട്ടല്ലേ? ഇനി അമ്മ പോയി പരിശോധിക്കും കൂടെ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടുമായിട്ട് വരണം കേട്ടോ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച് അതിന് ഇനി റിസൾട്ട് വരണേക്കാൾ മുമ്പ് നമുക്ക് വിശ്വസിക്കാം ഇതുവരെ അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. നീർക്കെട്ടായിരുന്നു, ശ്വാസം മുട്ടലായിരുന്നു, കുഞ്ഞിനൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇവിടുന്ന് പോയതിനു ശേഷം അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് കർത്താവ് ചെയ്തതാണ്. കേരളം 115. ഈ സിസ്റ്റർ പേര് പ്രീത എന്നാണ്. പരവൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്ററിന് വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, അടുക്കളയിൽ കറി വെച്ച് തിളച്ച കറി ഇറക്കി വെച്ച സമയത്ത് ചട്ടി പൊട്ടി ആ കറി മുഴുവനും സിസ്റ്റർ കാലിൽ വീണ് പൊള്ളലേറ്റു എന്നാണ് പറയുന്നത്. അന്ന് രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് നല്ല പൊള്ളലുണ്ടെന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തു. എന്നാൽ അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് ഭയങ്കര വേദനയാൽ സിസ്റ്റർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് സിസ്റ്റർ പറയുന്നത് ആരോ ഒരു കരം സിസ്റ്ററിന്റെ കാലിൽ തൊടുന്നതായിട്ടാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ പൊള്ളലുള്ള ഒരു പാടുവോ ഒരു വേദനയോ സിസ്റ്റർ ഇല്ല എന്നാണ് സാക്ഷ്യം പറയുന്നത്. എന്നെടുത്ത് വെക്കണം. കുറച്ച് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നേ. എടുത്തു. സിസ്റ്റർ പറയുന്നത് താൻ സ്പിരിച്വൽ വേൾഡിലാന്ന് പറഞ്ഞു. ആ സമയത്ത് സൗഖ്യം തന്നു പറയുന്നത് സന്തോഷമുണ്ട്. മോളുടെ പേര് അശ്വതി എന്നാണ്. ഞാൻ ഇവിടെ ഇടയ്ക്ക് അങ്ങോട്ട് വിളിക്കുകയോ അങ്ങോട്ട് ചെയ്തില്ലായിരുന്നു. ഓക്കെ ഓക്കെ. പാലിയോട് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ മോൾ വരുന്നത്. ഈ മോൾക്ക് 7 വയസ്സുള്ളപ്പോൾ മുതൽ അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കാരണം ഉറങ്ങുന്ന സമയത്ത് വായ തുറന്നിട്ടാണ് കുഞ്ഞു കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മിറക്കിൾ സൺഡേയുടെ അന്ന് ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു. അവിടെ ഇരുന്നത് അന്ന് മുതൽ ഈ മോളുടെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പൂർണ്ണമായിട്ടും മാറിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മൂക്കിലൂടെ ശ്വസിക്കാം. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയാം. ഓരോ പ്രാവശ്യവും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ജീവിക്കുന്ന ഒരു ദൈവം എങ്ങനെയാണ് തൻ്റെ മക്കളെ കരുതുന്നതെന്നും സ്നേഹിക്കുന്നതെന്നും തോന്നും. ആ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെയും വിളിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അവിടുത്തെ മഹത്വമുള്ള അനുഭവത്തിൽ ഓരോ കുടുംബങ്ങളുമായി തീരട്ടെ അപ്പാ. ഓരോ കുടുംബങ്ങളുമായി തീരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കോസ്മെറ്റിക് സാധനങ്ങൾ വിൽക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് എടുത്ത് അതിൻ്റെ ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവ് ആ വ്യക്തിയോട് പറയുകയാണ്, തൊടുന്നതിലെല്ലാം ബ്ലെസ്സിങ് ഉണ്ടാകുന്നത് ദൈവത്തോടൊപ്പം ഒരാളായിരിക്കുമ്പോഴാണ്. കർത്താവിനോടൊപ്പമായിരുന്നാട്ടെ, തൊടുന്നതിലെല്ലാം അനുഗ്രഹം ഉണ്ടാകും. ഇപ്പോഴായിരിക്കുന്ന ആ മാനസിക സംഘർഷങ്ങൾ ആ കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വന്നാട്ടെ.
ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു വ്യക്തിയെ കാണാം, കാലിൻ്റെ മുട്ട് നീര് വെച്ച് വീർത്തിരിക്കുകയാണ്. ഒത്തിരി പ്രയാസത്തോടെയാണ് ആയിരിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ നീര് വറ്റിപ്പോകുന്നത് കാണാം. കർത്താവ് അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നപ്പാ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അപ്പാ, ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ അത്ഭുതകരം ചലിക്കട്ടെ അപ്പാ. അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നിറവിലും കൃപയിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.